Hi all, welcome to our channel BK808 Cricket Fever. So, നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസണിന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ വേൾഡ് കപ്പിൽ കളിക്കാനൊരു അവസരം ലഭിച്ചു എങ്കിലും സഞ്ജു ഇപ്പോഴും ഒരു ബെഞ്ച് പ്ലെയർ ആയാണ് തുടരുന്നത്. അത് സഞ്ജു ഫോം അല്ലാത്തത് കൊണ്ടാണോ അതോ സഞ്ജുവിന് ഒരു നിർഭാഗ്യമാണോ എന്നുള്ളത് വളരെ ചോദ്യചിഹ്നം തന്നെയാണ്. അതോ മറ്റുള്ള കളിക്കാർ അവർ സഞ്ജുവിനെ തഴയുന്നതാണോ എന്ന് വരെ സംശയിക്കാവുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ സമീപകാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഏറ്റവും നിർഭാഗ്യവാനായ ഒരു കളിക്കാരൻ എന്ന് ആരാണെന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ തന്നെ നിസ്സംശയം എല്ലാവരും പറയും അത് സഞ്ജു സാംസൺ തന്നെയാണെന്ന്. കാരണം ഇതുവരെയുള്ള കളികളിൽ വളരെ വ്യക്തമായ നല്ല രീതിയിൽ കളിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന സഞ്ജു, ഒരു നല്ല ഫോമിലായിരിക്കുന്ന ഒരു സഞ്ജുവിനെ ഒരു ചാൻസ് പോലും കൊടുക്കാനായിട്ട് ഇന്ത്യൻ ടീം തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു പ്രിവിലേജ് പോലും ഇല്ലാതെ ആണ് സഞ്ജു സാംസൺ ടീമിലെത്തിയത് തന്നെ. സഞ്ജുവിനെ തഴയപ്പെടാനുണ്ടാകുന്ന സാഹചര്യം എന്താണ് എന്നുള്ളതാണ്. അത് രണ്ട് നല്ല കീപ്പേഴ്സാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യൻ ടീമിലുള്ളത്. ഒന്ന് ഋഷഭ് പന്തും അതുപോലെ തന്നെയാണ് സഞ്ജു സാംസണും. ഋഷഭ് പന്തിന് ശേഷം ആര് എന്നൊരു ചോദ്യത്തിനായിരുന്നു സഞ്ജു സാംസൺ എടുത്തത്. ഋഷഭ് പന്ത് അന്ന് പരിക്കോളോടെ നിന്ന സമയത്ത് പോലും സഞ്ജുവിൻ്റെ പേര് വരാതെ ബാക്കി രാഹുലിൻ്റെയും അതുപോലെ ഈശാൻ കിഷൻ്റെയും ഒക്കെ പേരുകളാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈശാൻ കിഷനും രാഹുലും IPL ഫോം അല്ലാതിരുന്നതും എന്നാൽ സഞ്ജു നല്ല ഫോമിലായിരുന്നതും തന്നെയാണ് സഞ്ജുവിനെ വേൾഡ് കപ്പിൽ അതുപോലെ ആരാധകരുടെയും അതുപോലെ മറ്റ് പ്ലെയേഴ്സിൻ്റെ എല്ലാവരുടെയും ഒരു അഭിപ്രായത്തെ മാനിച്ചായിരിക്കണം BCCI സഞ്ജു സാംസനെ ജസ്റ്റ് ഒന്ന് പ്ലെയറിൽ ഉൾപ്പെടുത്തിയത് തന്നെ. അന്ന് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു സഞ്ജു മിക്കവാറും വാട്ടർ ബോയോ അല്ലെങ്കിൽ ബെഞ്ച് പ്ലെയറോ ആയി തന്നെ തുടരും, അല്ലാതെ സഞ്ജുവിനെ കളിക്കാൻ ചാൻസ് കൊടുക്കാൻ വളരെ സാധ്യത കുറവാണെന്നാണ് പറഞ്ഞത്. കാരണം USA പോലുള്ളൊരു പിച്ചിൽ അപ്രതീക്ഷിതമായ ഇപ്പോൾ തന്നെ നമുക്കറിയാം അപ്രതീക്ഷിതമായ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു പിച്ച് തന്നെയാണ് USAയിലെ പിച്ച്. അപ്പോൾ ആ പിച്ചിൽ എത്രത്തോളം സഞ്ജുവിന് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് ഒരു മാറ്റി നിർത്താനൊരു സാധ്യത കൂടുതലാണ് എന്നാണ് കാണുന്നത്. അത് മാത്രമാണോ കാര്യമെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം സഞ്ജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ IPL ഇത്രയും വലിയ നല്ലൊരു ഫോമോടെയാണ് സഞ്ജു നിന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നു ഒരു സൗത്ത് ഇന്ത്യൻ പ്ലെയർ അല്ലെങ്കിൽ ഒരു മലയാളി എന്ന നിലയിലായിരിക്കും സഞ്ജുവിനെ മാറ്റം നിർത്തപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. അല്ലാതെ പ്രത്യേകിച്ചൊരു കാര്യവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ സഞ്ജുവിന് കിട്ടിയ ഒരു ചാൻസ് എന്ന് പറയുന്നത് വാമപ്പ് മാച്ചിൽ ബംഗ്ലാദേശിനെതിരെ നടന്ന ആദ്യ കളിയാണ്. ആ കളിയുടെ ഒരു പ്രത്യേകത പറയുകയാണ് എങ്കിൽ സഞ്ജുവിന് കിട്ടിയൊരു ഓപ്പണിംഗ് ആണ്. അതായത് രോഹിത് ശർമ്മയോടുള്ള ഓപ്പണിംഗ് ആണ് സഞ്ജുവിന് കിട്ടിയത്. സഞ്ജു സാംസനെ വെച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനായി സഞ്ജു തിളങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല പരീക്ഷണം പോലും നടത്തിയിട്ടില്ല. 1 ഡൗൺ പ്ലെയർ ആയിട്ടാണ് സഞ്ജു സാധാരണ ഇറങ്ങാറ്, എന്നാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുമുണ്ട്. എന്നാൽ നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ ടീമിലുള്ള വിരാട് കോഹ്ലി അല്ലെങ്കിൽ ശുഭൻ ദുബെ അവരൊന്നും ഒരു പെർഫോമൻസും ഇല്ലാതെയാണ് മുന്നോട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. വിരാട് കോഹ്ലിയും ശുഭൻ ദുബെയും ഇവർക്കൊന്നും ഇല്ലാത്ത അപ്പം എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി സഞ്ജുവിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചാൻസ് പോലും കൊടുക്കാൻ ഇന്ത്യൻ ടീം തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഋഷഭ് പന്ത് നല്ല ഫോമിൽ തന്നെയാണെന്നുള്ളതും കാണാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ദുബൈയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദുബൈ ബൗൾ ചെയ്യുന്നില്ല. ഇന്ത്യക്ക് വളരെ നല്ല ശക്തരായ ബൗളേഴ്സുണ്ട്. എന്നിട്ട് പോലും സഞ്ജുവിന് ഒരു കളിയിൽ പോലും കഴിഞ്ഞ ബാക്കി ഒരു കളിയിൽ ചാൻസ് കൊടുക്കുകയും ചെയ്തില്ല. അതുപോലെ തന്നെയാണ് ഇനിയുള്ളത് സൂപ്പർ 8 ഫസ്റ്റ് മാച്ചും കഴിഞ്ഞു. ഇനിയുള്ള കുറച്ച് മാച്ചസ് മാത്രമാണ്. അതിൽ സഞ്ജുവിന് ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ദുർഘടമായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ സഞ്ജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സഞ്ജു അത്യാവശ്യം കഴിവ് കൊണ്ട് മാത്രം വളർന്നു വന്നൊരു പ്ലെയറാണ്. കാരണം ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് കുത്തുവാക്കുകളും കളിക്കുന്ന ബാറ്റ് ഷോട്ട്സും എന്നാൽ തുടക്കത്തിൽ തന്നെ ആക്രമണമായ ഷോട്ടുകൾ വളരെ മോശമാണെന്നുള്ള രീതിയിലുള്ള പരാതികളായിരുന്നു മുൻ കളിക്കാർക്കും ഗവാസ്കറിന് പോലും അങ്ങനെയായിരുന്നു. ആ പരാതികളും ആ പറഞ്ഞ വിമർശനങ്ങളെല്ലാം മറുപടി കൊടുത്തുകൊണ്ട് സഞ്ജു IPL വളരെ നല്ലൊരു ക്യാപ്റ്റൻസി കൂടി കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ IPL സഞ്ജു കടന്നുപോയത്. മാത്രമല്ല നമ്മുടെ ക്യാപ്റ്റൻ കൂളിന് ശേഷം അത്രയും കൂളായ ഒരു ക്യാപ്റ്റനെ കാണുക എന്ന് പറഞ്ഞത് തന്നെ സഞ്ജുവിനെയാണ് എന്ന് എല്ലാവരും ഏകദേശം ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യവും കൂടെയാണ്. ധോണിയോട് സഞ്ജുവിനെ കമ്പയർ ചെയ്യുന്നില്ല. എന്നിരുന്നാൽ പോലും അതുപോലെ പ്ലെയേഴ്സിന് കൂടുതൽ പ്രഷർ കൊടുക്കാതെ അവരുടെ കൂടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കളിക്കുന്ന ഒരു ക്യാപ്റ്റനായി സഞ്ജുവിന് മാറാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഞ്ജുവിൻ്റെ കീപ്പിങ്ങും വലിയ
കുഴപ്പമില്ലാത്ത കീപ്പിംഗ് തന്നെയാണ്. എന്നാൽ ഷോട്ടുകൾ ചില സമയങ്ങളിൽ ബാഡ് ഷോട്ട്സ് അത്യാവശ്യം കളിക്കാറുണ്ട്. അത് എല്ലാ കളിക്കാർക്കും പറ്റുന്നൊരു കാര്യം തന്നെയാണ്. സോ സഞ്ജുവിന് എത്രത്തോളമാണ് ബാക്കിയുള്ള കളിക്കാരിൽ നിന്നുള്ള കിട്ടുന്നത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി സഞ്ജുവിനെ എന്നാണ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ടീമിൽ സ്ഥിരമായി ഇന്ത്യൻ ജേഴ്സിയിൽ നമുക്കൊന്ന് കാണാൻ സാധിക്കുക? വേൾഡ് കപ്പിൽ ഒരു കളിയെങ്കിലും സഞ്ജുവിന് കളിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം, മുംബൈയിലെയും ഡൽഹിയിൽ ലോബിയുടെ കയ്യിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യൻസിനെ വളർന്നു വരാൻ സ്വാഭാവികമായും അവർ സമ്മതിക്കില്ല. ഒന്നുകിൽ മുംബൈയിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നുള്ള കളിക്കാർ തന്നെയാണ് ഇതിൽ കൂടുതലുള്ളതും. സൗത്ത് ഇന്ത്യൻ പ്ലേയേഴ്സിന് ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാറുമില്ല. എന്നാൽ കൊടുത്താൽ തന്നെ അവർ അതിനനുസരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാറുമില്ല. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സഞ്ജുവിൻ്റെ നില വളരെ പരിതാപകരമാണ്. എന്നാൽ നല്ല സഞ്ജുവിനെ പോലെ സഞ്ജുവും അതുപോലെ തന്നെ ടാലൻ്റുള്ള കളിക്കാരാരെയും ഇവർ കൊണ്ടുവരുന്നില്ല എന്നുള്ളത് ഇന്ത്യൻ ടീമിൻ്റെ നിർഭാഗ്യമെന്നേ പറയാൻ സാധിക്കുള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. സോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ലൈക്ക് ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.